ലോകം ഫുട്ബോൾ ആവേശത്തിന്റെ നെറുകയിലേക്ക് ചുവടുവെക്കുകയാണ്. യുദ്ധഭീതിയുടെ നിഴലിലും കാൽപന്തു കളിയുടെ മാസ്മരികതയിലേക്ക് ഉണരാൻ ഇനി കേവലം 100 ദിവസങ്ങൾ മാത്രം. വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ 3 കരുത്തരായ അമേരിക്കയും കാനഡയും മെക്സിക്കോയും സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന ഈ വിശ്വമേളയ്ക്ക് ജൂൺ 11 മെക്സിക്കോയിൽ പന്തുരുളും. ജൂലൈ 19 ഫൈനൽ വിസിൽ മുഴങ്ങുന്നതുവരെ നീളുന്ന പോരാട്ടത്തിൽ ഇക്കുറി റെക്കോർഡ് എണ്ണം ടീമുകളാണ് മാറ്റുരയ്ക്കുന്നത്. 32 നിന്ന് 48 ടീമുകളായി വികസിച്ച ടൂർണമെന്റിൽ ആകെ 104 മത്സരങ്ങൾ 16 നഗരങ്ങളിലായി അരങ്ങേറും. മെക്സിക്കോയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള ആവേശകരമായ ഉദ്ഘാടന മത്സരത്തോടെയാണ് ഇതിന് തുടക്കമാകുന്നത്. പുതുമുഖങ്ങളുടെ സാന്നിധ്യമാണ് ഇത്തവണത്തെ മറ്റൊരു പ്രത്യേകത. കുറസാവോ, ജോർദാൻ, ഉസ്ബെക്കിസ്ഥാൻ, കേപ്പ് വെർദെ എന്നീ രാജ്യങ്ങൾ തങ്ങളുടെ ചരിത്രത്തിലെ ആദ്യ ലോകകപ്പിന് ഇക്കുറി ബൂട്ടുകെട്ടും. നിലവിൽ 42 ടീമുകൾ യോഗ്യത ഉറപ്പാക്കി കഴിഞ്ഞു. ശേഷിക്കുന്ന 6 സ്ഥാനങ്ങളിലേക്കുള്ള വാശിയേറിയ പ്ലേ ഓഫ് മത്സരങ്ങൾ മാർച്ച് 26 മുതൽ നടക്കും. തുടർച്ചയായ 2 ലോകകപ്പുകളിൽ പുറത്തിരുന്ന മുൻ ചാമ്പ്യന്മാരായ ഇറ്റലി ഇത്തവണ മടങ്ങി വരുമോ എന്നാണ് ഫുട്ബോൾ ലോകം ഉറ്റുനോക്കുന്നത്. ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം 13 വ്യത്യസ്ത സമയങ്ങളിലായാണ് മത്സരങ്ങൾ സംപ്രേഷണം ചെയ്യുന്നത്. ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ രാത്രി 9:30 മുതൽ പിറ്റേന്ന് രാവിലെ 9:30 വരെയുള്ള വിവിധ സമയങ്ങളിൽ നടക്കുമ്പോൾ സെമി ഫൈനലും ഫൈനലും ഇന്ത്യൻ സമയം പുലർച്ചെ 12:30 അരങ്ങേറുക. അതേസമയം രാഷ്ട്രീയ അന്തരീക്ഷത്തിലെ അസ്വസ്ഥതകൾ കളിമുറ്റത്തും നിഴലിക്കുന്നുണ്ട്. സുരക്ഷാ കാരണങ്ങളാലും യുദ്ധ പശ്ചാത്തലത്തിലും അമേരിക്കയിൽ നടക്കുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിലെ ആശങ്ക ഇറാൻ ഫുട്ബോൾ ഫെഡറേഷൻ ഇതിനോടകം പങ്കുവച്ചിട്ടുണ്ട്. ജൂൺ 15 കാലിഫോർണിയയിൽ ന്യൂസിലൻഡിനെതിരെയാണ് ഇറാന്റെ ആദ്യ പോരാട്ടം നിശ്ചയിച്ചിരിക്കുന്നത്. തടസ്സങ്ങളെല്ലാം നീക്കി ലോകം പന്തിന് പിന്നാലെ പായുന്ന ആ സുദിനത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ കായിക പ്രേമികൾ. ബോക്സിംഗ് ഇതിഹാസം ഫ്ലോയ്ഡ് മെയ്വെദർ തന്റെ വിരമിക്കൽ ജീവിതം അവസാനിപ്പിച്ച് വീണ്ടും റിങ്ങിലെത്തുന്നു. സെപ്റ്റംബറിൽ മാന്യ പക്കാവോയുമായി നടക്കുന്ന വമ്പൻ പോരാട്ടത്തിന് മുന്നോടിയായി ജൂണിൽ ഗ്രീക്ക് കിക്ക് ബോക്സിംഗ് താരം മൈക്ക് സാംബിഡിസുമായി മെയ്വെദർ പ്രദർശന മത്സരം നടത്തും. ഗ്രീസിലെ ഏതൻസിലാണ് ഈ പോരാട്ടം നടക്കുക. 2 ആഴ്ച മുൻപാണ് താൻ 4ാം തവണയും വിരമിക്കൽ പിൻവലിച്ച് ബോക്സിംഗിലേക്ക് മടങ്ങി വരികയാണെന്ന് 49-കാരനായ മെയ്വെദർ പ്രഖ്യാപിച്ചത്. ഇതിഹാസ താരങ്ങളായ മെയ്വെദറും പക്യാവോയും തമ്മിലുള്ള 2ാം പോരാട്ടം സെപ്റ്റംബർ 19 ലാസ് വേഗസിലെ സ്ഫിയറസിൽ വെച്ച് നടക്കും. നെറ്റ്ഫ്ലിക്സ് ഈ പോരാട്ടം തത്സമയം സംപ്രേക്ഷണം ചെയ്യും. 2015 നടന്ന ഇരുവരുടെയും ആദ്യ മത്സരം ബോക്സിംഗ് ചരിത്രത്തിലെ ഏറ്റവും ലാഭകരമായ മത്സരമായിരുന്നു. 2026 എനിക്ക് ആവേശകരമായ വർഷമായിരിക്കും. ഏതൻസ് തയ്യാറെടുക്കുന്ന ഈ വേനൽക്കാലം ഐതിഹാസികമായ ഒരു പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കും. മെയ്വെദർ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. 45-കാരനായ സാംബിഡിസ് കിക്ക് ബോക്സിംഗിൽ മികച്ച റെക്കോർഡുള്ള താരമാണ്. 2017 കോനർ മഗ്രിഗറെ തോൽപ്പിച്ച ശേഷം മെയ്വെദർ പ്രൊഫഷണൽ ബോക്സിംഗ് മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടില്ല. 2026 T20 ലോകകപ്പിലെ നിരാശാജനകമായ പ്രകടനത്തെ തുടർന്ന് പാകിസ്ഥാൻ ടീമിലെ എല്ലാ താരങ്ങൾക്കും കനത്ത പിഴ ചുമത്തി പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ്. ഓരോ കളിക്കാരനും 50 ലക്ഷം പാകിസ്ഥാൻ രൂപ വീതമാണ് പിഴയൊടുക്കേണ്ടത്. അച്ചടക്ക ലംഘനത്തിനല്ല, മറിച്ച് കളിക്കളത്തിലെ മോശം പ്രകടനത്തിനാണ് ഇത്തരമൊരു ശിക്ഷാ നടപടി എന്നത് ക്രിക്കറ്റ് ലോകത്ത് അപൂർവമായ ഒന്നാണ്. സൂപ്പർ 8 ഘട്ടത്തിൽ പുറത്തായതോടെ തുടർച്ചയായ 4ാമത്തെ ICC ടൂർണമെന്റിലും സെമി ഫൈനൽ കാണാതെ പാകിസ്ഥാൻ മടങ്ങുകയായിരുന്നു. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യക്കെതിരെ നേരിട്ട 61 റണ്ണിന്റെ കനത്ത തോൽവിക്ക് പിന്നാലെയാണ് പിഴ ശിക്ഷ തീരുമാനിച്ചത്. സെമിയിലെത്തിയിരുന്നെങ്കിൽ പിഴ ഒഴിവാക്കാമായിരുന്നുവെങ്കിലും സൂപ്പർ 8-ൽ ഇംഗ്ലണ്ടിനോടേറ്റ തോൽവിയും ന്യൂസിലൻഡുമായുള്ള മത്സരം മഴ മൂലം മുടങ്ങിയതും തിരിച്ചടിയായി. അവസാന മത്സരത്തിൽ ശ്രീലങ്കയെ തോൽപ്പിച്ചെങ്കിലും സെമിയിൽ കടക്കാൻ അത് മതിയാകുമായിരുന്നില്ല.